அண்ணாமலையானே அருணாச்சலனே உன் பாதமே போற்றி. சிவ சிவ சிவாய சிவ சிவ சிவாய ஓம் நம சிவாய ஓம். ஹர ஹர சிவாய அருணாச்சலாய ஓம் நம சிவாய ஓம். ஹர ஹர சிவாய ஹர ஹர சிவாய ஓம் நம சிவாய ஓம். ஜெய ஜெய சிவாய ஜெய ஜெய சிவாய ஓம் நம சிவாய ஓம். ஹர ஹர சங்கர ஓம் நம சிவாய ஓம். ஜெய ஜெய சங்கர ஓம் நம சிவாய ஓம். அண்ணாமலையே அருளைத்தாராய் அக்னிலிங்க வாசா, உண்ணாமுலையாள் துணைவா ஐயா உமையாள் மணவாளா. அருணாச்சலனே அனலேஸ்வரனே ஆனந்தனே போற்றி. அற்புத விக்கிரக அமராதீஸ்வர அதிசயனே போற்றி. மலையென விரிந்தவா மனதினில் எழுந்துவா, கலைதனை அணிந்தவா மங்களம் வழங்கவா. அண்ணாமலை சிவா அருணை சதா சிவா, உன் புகழ் பாடிடும் எங்களை காக்கவா. ஓம் நம சிவாய ஓம் நம சிவாய ஓம் நம சிவாய ஓம் நம சிவாய. ஹர ஹர சங்கர ஓம் நம சிவாய ஓம். ஜெய ஜெய சங்கர ஓம் நம சிவாய ஓம். ஹர ஹர சிவாய ஹர ஹர சிவாய ஓம் நம சிவாய ஓம். ஜெய ஜெய சிவாய ஓம் நம சிவாய ஓம். சிவ சிவ சிவாய சிவாய ஓம் நம சிவாய ஓம். ஹர ஹர சிவாய அருணாச்சலாய ஓம் நம சிவாய ஓம். சிவ சிவ சிவாய ஓம் நம சிவாய ஓம். ஹர ஹர சிவாய அருணாச்சலாய ஓம் நம சிவாய ஓம். தென்னாடுடையாய் திகம்பரேசா ஜோதிலிங்க ஈசா, தேவர்கள் போற்றும் திருவடி உடையாய் அருணாச்சலவாசா. பொன்னாமலையின் பூசுரனே போற்றி. வெண்ணீரணியும் வேதாச்சலனே வேதியனே போற்றி. புலியுடை அணிந்தவா புனிதம் கலந்தவா, புறங்களை எரித்தவா புகழ்தனை அழிக்கவா. சோனை மலை சிவா சுடரொளியானவா, உன் பெயர் பாடிடும் எங்களை காக்கவா. ஓம் நம சிவாய ஓம் மகேஸ்வராய ஓம் நம சிவாய ஓம் ஹரேஸ்வராய. ஹர ஹர சங்கர ஓம் நம சிவாய ஓம். ஜெய ஜெய சங்கர ஓம் நம சிவாய ஓம். ஹர ஹர சிவாய ஓம் நம சிவாய ஓம். ஜெய ஜெய சிவாய ஓம் நம சிவாய ஓம். சிவ சிவ சிவாய ஓம் நம சிவாய ஓம். ஹர ஹர சிவாய அருணாச்சலாய ஓம் நம சிவாய ஓம். சிவ சிவ சிவாய ஓம் நம சிவாய ஓம். ஹர ஹர சிவாய அருணாச்சலாய ஓம் நம சிவாய ஓம். கண்ணாரமுதே கருணை கடலே காசிலிங்க ஈசா, கவலைகள் தீர்க்கும் காமதஹனனே அருணாச்சலவாசா. சூலம் ஏந்திய சுந்தர குருவே சுடரொளியே போற்றி. சுகுணலிங்கனே சோனாச்சலனே பொன்னடியே போற்றி. ஜோதியில் கலந்தவா சுடர் விழி திறந்தவா, ஆதியில் எழுந்தவா அம்மையை இணைத்தவா. அருணை மலை சிவா ஐமுகம் மானவா, உன்னருள் வேண்டிடும்
നമഃ ശിവായ ഓം പുരേശ്വരായ ഓം നമഃ ശിവായ ഓം അഗ്നീശ്വരായ ഹര ഹര ശങ്കര ഓം നമഃ ശിവായ ഓം ജയ ജയ ശങ്കര ഓം നമഃ ശിവായ ഓം सुरदास प्रभु हे गिरिधारी मेरा के प्रभु हृदय विहारी हरि 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 स्मरण करो हरि चरण कमल ध्यान करो मुरली माधव सेवा करो मुरहर गिरधारी भजन करो। ഓം നമഃ ശിവായ. പയ്യന്നൂർ ശ്രീ നവ്യാത്രയ്ക്ക് ശിവക്ഷേത്രം ഗോപുര സമർപ്പണവും അറിയാൻ തറ ആൽത്തറ തിരുമുറ്റം കരിമേൽപ്പാകിയത് വഴിപാട്. പയ്യന്നൂർ നഗരമധ്യത്തിലെ ഈ ശിവക്ഷേത്രം വളരെ ശോചമായ അവസ്ഥയിൽ നിന്നുമാണ് ഇന്ന് ഈ പ്രൗഢിയിലേക്ക് വളരാൻ നല്ലവരായ ഭക്തജനങ്ങൾ വളരെ നല്ല രീതിയിൽ സഹായിച്ചു. അതുപോലെ നല്ലവരായ നാട്ടുകാരും. ഈ വേളയിൽ നമ്മോടൊപ്പം ഇല്ലാത്ത അഡ്വക്കേറ്റ് കുഞ്ഞിരാമൻ നമ്പ്യാർ, ചാത്തുനായൻ, ശ്രീ ചന്ദ്രമോഹനേട്ടൻ, അതായത് മലബാർ മോഹനേട്ടൻ, കൂത്തൂർ ഗോപാലേട്ടൻ, ഉത്തമഞ്ചൽ രാമപുരക്കുവാൾ, പാറാശ്ശേരി രാമേട്ടൻ എന്നിവരെ ഇതിന് ആദ്യകാല നേതൃത്വം കൊടുത്തവരാണ്. ഈ വേളയിൽ ഇവരെല്ലാം ഓർക്കുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇനിയും ഈ ഉദ്ഘാടന പരിപാടിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ശ്രീ കുഞ്ഞപ്പ മാസ്റ്ററെയും ഈ കമ്മിറ്റി ഓർക്കുന്നു. 2017 മുതൽ അമ്പലത്തിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനത്തിന്റെ തയ്യാറികളായിരുന്ന സ്വാമി കൃഷ്ണാനന്ദ നമ്മോടൊപ്പം ഇന്നീ വേളയില്ലാത്ത പ്രിയപ്പെട്ട മലബാർ മോഹനേട്ടൻ എന്നിവയടങ്ങുന്ന നവീകരണ കമ്മിറ്റിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. പിന്നീട് ഇന്നീ കാണുന്ന ചുറ്റുനടപ്പന്തൽ, ഗോപുരം എന്നിവയുടെ മുഖ്യ നേതൃത്വം വഹിച്ചു വരുന്നത് സ്വാഗത പ്രസംഗമാണ്. സ്വാഗത പ്രസംഗത്തെ ഇവിടെ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പയ്യന്നൂരിലെ പ്രിയപ്പെട്ട എംഎൽഎ. നമുക്കറിയാം, നമ്മുടെ അമ്പലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏത് സമയത്തും നമ്മോടൊപ്പം നിൽക്കുന്ന പയ്യന്നൂരിലെ എംഎൽഎ ശ്രീ പി മൗസൻ അവർ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ ആഘോഷ കമ്മിറ്റിക്കും നവീകരണ കമ്മിറ്റിക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പ്രിയപ്പെട്ട തന്ത്രി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, എല്ലാ നവീകരണ പ്രവർത്തനങ്ങളായാലും എല്ലാ കാര്യങ്ങൾക്കായാലും നമ്മോടൊപ്പം എപ്പോഴും പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ക്ഷേത്രം തന്ത്രി ശ്രീ ബ്രഹ്മശ്രീ തെക്കേനെടുത്ത് ധാരാളം നമുക്ക് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളെ ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിലെ ഗോപുര നിർമ്മാണം നല്ല രീതിയിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ആദ്യം മുതൽ നമ്മോടൊപ്പം സഹകരിക്കുന്ന ശബരിമല മുൻ മേൽശാന്തി ശ്രീ കൊട്ടാരം ജയരാമപൂരി അവർ ഇവിടെ എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. വേളയിലും ഏത് സമയത്തും നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീ പി വി പുരപ്പൻ അവർ ഇവിടെ എത്തിച്ചേർന്നത് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. അതുപോലെ ഇതിൽ എത്തിച്ചേർന്ന് അതുപോലെ നമ്മുടെ അമ്പലത്തിൽ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ക്ഷേത്ര പ്രശ്നത്തിന്റെ ആയാലും ക്ഷേത്രത്തിന്റെ എല്ലാ നവീകരണ പ്രവർത്തനങ്ങളായാലും ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാപന മഹോത്സവമായാലും വളരെ നല്ല രീതിയിൽ നമ്മോടൊപ്പം എല്ലാ മാർഗനിർദ്ദേശങ്ങളിൽ നിന്നും നമ്മോടൊപ്പം സഹായിക്കുന്ന ശ്രീ സദനം നാരായണ പൊതുവാൾ അവർ ഇവിടെ എത്തിച്ചേർന്നതിന് ഹൃദയപൂർവ്വം അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ സുരേന്ദ്രേട്ടൻ ഈ ദിനേശേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി അതുപോലെ അതുവഴി പ്രതിഷ്ഠാപന മഹോത്സവവും നവീകരണ കമ്മിറ്റി ആയാലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ശ്രീ ദിനേശേട്ടൻ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ സി എം വിനോദ്കുമാർ ജനറൽ കൺവീനർ നമ്മുടെ ആഘോഷ കമ്മിറ്റിക്ക് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും അതുപോലെ നവീകരണ പ്രവർത്തനങ്ങളായാലും കൂട്ടയായ ഒത്തൊരുമയോട് ചിത്രപ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നയിക്കുന്ന ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ സി എം വിനോദ്കുമാർ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ കൃഷ്ണവർമ്മ രാജ് വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം അതുപോലെ ഈ പരിപാടിക്ക് നന്ദി ആശംസിക്കുന്നത് അതുപോലെ ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നത് കെ പത്മനാഭൻ ട്രസ്റ്റി ബോർഡ് മെമ്പറും ഇതിന്റെ വർക്കിംഗ് ചെയർമാനും കൂടിയായിട്ടുള്ള പപ്പാട്ടിനെ സംബന്ധിച്ചിടത്തോളം പപ്പാട്ടൻ ഈ അമ്പലത്തിൽ എല്ലാ കാര്യത്തിലും അതായത് നമ്മുടെ നവീകരണ പ്രവർത്തനമായാലും പ്രതിഷ്ഠാപന മഹോത്സവ കമ്മിറ്റി ആയാലും വളരെ നല്ല രീതിയിൽ ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന ശ്രീ കെ പത്മനാഭൻ അവർകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാനായിട്ടുള്ള ഹരിയേട്ടൻ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും പ്രതിഷ്ഠാപന മഹോത്സവ കമ്മിറ്റിയെയും ട്രസ്റ്റി ബോർഡിനെയും ജീവനക്കാരെയും ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ട്രസ്റ്റി ബോർഡ് ചെയർമാനായിട്ടുള്ള ശ്രീ ഹരിദാസിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നു ബോർഡ് ഓഫ് ട്രസ്റ്റീസ് നടത്താൻ വേണ്ടി ക്ഷേത്രത്തിന്റെ തന്ത്രി വരെ ബ്രഹ്മശ്രീ തെക്കിനടുത്ത് താനാലും പത്മനാഭൻ നമ്പൂതിരിപ്പാട് നമ്മുടെ ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നിർദ്ദേശങ്ങൾ നൽകി അദ്ദേഹത്തിന്റെ വാക്കുകളനുസരിച്ചാണ് നമ്മൾ ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അവസാന വാക്ക്. ക്ഷേത്രത്തിന്റെ എന്ത് കാര്യത്തിലും അദ്ദേഹത്തെ ഞാൻ വളരെ സന്തോഷപൂർവ്വം അനുഭവ പ്രഭാഷണത്തിന് ശ്രമിച്ചു. വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന ഭക്തജനങ്ങളെ, പയ്യന്നൂർ ക്ഷേത്രത്തിന്റെ ഒരു മുഖച്ഛായ തന്നെ മാറുന്ന വിധത്തിലാണ് ഈ ഗോപുരത്തിന്റെ നിർമ്മാണവും ഇന്നത് ദേവന് സമർപ്പിക്കുന്ന ചടങ്ങും നമ്മളിവിടെ നടത്തി കഴിയുന്നത്. ഏതാനും കുറച്ച് കാലങ്ങളായി ഈ ഒരു ഗോപുരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ ശ്രമം മോഹനൻ വിട്ടുപോയി, നമ്മളെ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ഇതിനു വേണ്ട ശ്രമങ്ങളും രൂപകൽപ്പന ചെയ്യുകയും എല്ലാം ചെയ്തതാണ്. ആ കാലഘട്ടം മുതൽ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളിലായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ ഇന്നും നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനെല്ലാം ഈ ഗോപുരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഇറങ്ങിയിട്ട് ഇതിനു വേണ്ടി മുൻകൈയെടുത്ത ഷെനായി മാഷ് പറയാണ്ടിരിക്കാൻ കഴിയില്ല. ഞാൻ അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് പുകഴ്ത്തി പറയല്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ സന്ദർഭത്തിലും എന്നെ വിളിക്കുമ്പോഴും ഇവിടുത്തെ പരിമിതികളും പരിവേദനകളും പരിഭവങ്ങളും മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഞാൻ എന്നാലും പറയും, പക്ഷേ ആ ഗോപുര നിർമ്മാണം കഴിഞ്ഞ് മാഷക്ക് എന്തായാലും മാറി നിൽക്കാൻ ആയിട്ടില്ല. ഇന്ന് വടക്ക് ഭാഗത്ത് കാണുന്ന അഗ്രശാല, അതിനുശേഷമാണ് ഇന്നിപ്പോൾ അതിനുള്ള ഒരു പ്ലാൻ ഇവിടെ വെച്ചത്. അതുകൂടി തുടങ്ങണം. അതുകൂടി കഴിഞ്ഞിട്ട് പിന്നീട് നവീകരണ കർഷകർ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മാഷായിട്ട് സംസാരിക്കുകയും ട്രസ്റ്റി ബോർഡിലെയും അതാത് കാലത്ത് മാറി വരുന്ന ട്രസ്റ്റി ബോർഡും അതാത് കാലത്ത് മാറി വരുന്ന ഉത്സവാഘോഷ കമ്മിറ്റി
ഉണ്ടായിരിക്കുന്ന ഓരോ കാലഘട്ടത്തിലെയും വളർച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുമാതിരി തന്നെ ഞാൻ ഇവിടെ മാസത്തിൽ ഒരു ദിവസം എൻ്റെ സൗകര്യം അനുസരിച്ച് വരാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ ദേവനോട് പറഞ്ഞ് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിനെ നല്ല നിലയിലാക്കി തീർക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അതിൻ്റെ പേരിൽ ഈ ഗോപുരം ഇവിടുത്തെ ഭഗവാന് സമർപ്പിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് തന്ത്രി എന്ന എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. നമസ്തേ, നന്ദി. നമ്മുടെ നവീകരണ കമ്മിറ്റിയുടെ ഊർജ്ജസ്വലനായ ഉദ്ഘാടന പരിപാടി നിശ്ചയിക്കപ്പെട്ടു. 10:50 ഞാനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 11 മണിക്ക് മറ്റൊരു പരിപാടി, ആ പരിപാടിക്ക് 11 മണിയാവും എന്ന് ഞാൻ പറഞ്ഞതാണ്. അതെനിക്ക് പുതാരിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഓരോ ദിവസം കഴിയുന്നതോറും ശിവക്ഷേത്രം അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം വലിയ തോതിൽ ജനങ്ങളുടെ സഹായത്തോടുകൂടി മെച്ചപ്പെട്ടു വരുന്നത് നമുക്കെല്ലാം വലിയ തോതിൽ ആഹ്ലാദം പറ്റുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുക. പഴയകാലത്തെ ഓർമ്മയിലുള്ള ഈ ശിവക്ഷേത്രവും ഇന്നത്തെ ശിവക്ഷേത്രവും ഒരു വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് നമുക്കിത് കാണുന്നതോട് കഴിയുന്നത്. ഇതിന് നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പലരും, നേരത്തെയുള്ള പ്രതിപാദിച്ചിട്ടുള്ള മോഹൻ ഉൾപ്പെടെയുള്ള പലരും ഇത് നമ്മുടെ കൂടെയില്ല. പക്ഷെ എന്നാൽ പുതിയ പലരും ചുമതല ഏറ്റെടുക്കാനും ഏറ്റവും ഭംഗിയാണ് ഇതിൻ്റെ നവീകരണ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷപ്രദമാക്കുന്ന കാര്യമാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ വാക്കുകൾ അവസാനിക്കുന്നു. ഇവിടുത്തെ നാട്ടുകാരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ക്ഷേത്രത്തിലേക്ക് ഗോപുരം നിർമ്മിക്കുന്നത്. സമിതിക്ക് കയ്യിൽ ഉണ്ടായിരുന്ന 5 ലക്ഷവും സമിതി നടത്തുന്ന 3 ജില്ലകളിൽ നിന്ന് ലഭ്യമായ 8,34,000 രൂപയും ചെലവഴിച്ചുകൊണ്ടാണ് ഗോപുരത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. സംരക്ഷണ രീതി നിർമ്മിച്ചിട്ടുണ്ട്. ശിവക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ശ്രീമതി കൃഷ്ണന്റെയും ശ്രീമതി കെ ദേവിക്കുട്ടിയുടെ സ്മരണക്കായി മാതാ ശ്രീ ശൈലേഷ് കൃഷ്ണൻ US, ശ്രീമതി ലക്ഷ്മി എന്നിവരുടെ വകയാണ്. ഗോപുരത്തിന്റെ മുൻഭാഗത്ത് ചുമട്ടിൽ LED ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡും ഓം നമഃ ശിവായ ഡിസ്പ്ലേ ബോർഡും പഴയവരായ ശ്രീ ഗോപാലൻ നായർ, റിട്ടയർഡ് ഡിവിഷണൽ മാനേജർ സിറ്റി ബാങ്ക്, ശ്രീമതി CT ലക്ഷ്മിക്കുട്ടി എന്നിവരുടെ മക്കൾ ശ്രീ CT വിജയൻ, സത്യനാഥ്, രമാനാഥൻ, വേണുഗോപാലൻ എന്നിവരുടെ സ്വാഗതം ചെയ്തിട്ടുള്ളതാണ്. ഗോപുരം നിർമ്മാണത്തിന്റെ കാരണം ഏതോ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വിശ്വചക്രവർത്തിയായിട്ട് ഏതോ ഒരു ലോകത്തിരുന്നു കൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തിയല്ല ഈശ്വരൻ. വ്യക്തമായിട്ട് പറയണം. ഞാൻ എൻ്റെ ഊഹാപോഹപ്പെടുത്തവും കൊണ്ട് വിളിച്ച് പറയണമെന്നൊന്നുമല്ല. വ്യക്തമായിട്ട് പറയുകയാണ്, നദേവോ ദണ്ഡമാദായ രക്ഷന്തി പശുപാലവൽ. ഒരു പശുവിനെ പാലിക്കുന്ന ഒരു പശുപാലകൻ, ഒരു ആട്ടിടയൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അല്ലെങ്കിൽ പശുക്കൂട്ടത്തെ തെറ്റ് ചെയ്യുമ്പോൾ, തിന്നാൻ പാടില്ലാത്തത് തിന്നുമ്പോൾ 2 അടി കൊടുക്കുകയും വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നത് പോലെ ഈശ്വരൻ നമ്മളെ മുന്നോട്ട് നയിക്കുകയാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് നയിക്കുന്നത്? യം രക്ഷിതുമിച്ഛന്തി ബുദ്ധ്യാ സംയോജയന്തി തം. എവിടെന്നെങ്കിലുമൊക്കെ സത്യത്തിൻ്റെ ശകലങ്ങൾ ഇങ്ങനെ കിട്ടും. അപ്പം അതിനെ പിന്തുടരുവാനുള്ള ബുദ്ധി, ഇച്ഛ തരും ഭഗവാൻ. അങ്ങനെയാണ് സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ നമ്മളെ ഒരു രാജാവ് രാജ്യം ഭരിക്കുന്നത് പോലെയാണ് ഈശ്വരൻ നമ്മളെ നിയന്ത്രിക്കുന്നത് എന്ന് ധരിക്കാതെ കണ്ടിരിക്കുക. ഈശ്വരൻ എന്നെയും നിങ്ങളെയും നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലിരുന്ന് ജീവൻ എങ്ങനെയാണോ നമ്മളെ നിയന്ത്രിക്കുന്നത് അതിനനുസരിച്ച് അതുപോലെയാണ് ഈ ലോകത്തെ ഈശ്വരൻ നിയന്ത്രിക്കുന്നത് എന്നാണ്. നമ്മുടെ പറശ്ശിനിക്കടവ് മലപ്പുറ അങ്ങനെ ക്ഷേത്രങ്ങളുണ്ട്. മലപ്പുറ മലക്കിടക്ക് അത് 1-ാം ഗ്രേഡ് ക്ഷേത്രങ്ങളിലും 2-ാം ഗ്രേഡ് ക്ഷേത്രങ്ങളിൽ പേരുള്ളതാണ്. ഈ 12 ക്ഷേത്രങ്ങളിലാണ് ഈ പറയുന്ന
ശിവക്ഷേത്രം തിരുവനന്തപുരം ക്ഷേത്രം. ഇത് സ്വയം പര്യാപ്തമാണ്. അതേസമയത്ത് ഈ നമ്മുടെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ഈ കാസർഗോഡ് ഡിവിഷനിൽ 223 ക്ഷേത്രങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഈ 223 ക്ഷേത്രങ്ങൾ നാലാം ഗ്രേഡ് ക്ഷേത്രങ്ങളായി 159 ക്ഷേത്രങ്ങളാണ്. ഈ 159 ക്ഷേത്രങ്ങളിൽ ഒട്ടുമുക്കാൽ ക്ഷേത്രങ്ങളിൽ സത്യം പറയാം അത് നിലനിർത്തി കൊണ്ടാവാൻ തന്നെ വലിയ പാടുകളുടെ രീതിയിലുള്ള പ്രവർത്തനമാണ് ശരിക്കും. ആ യുദ്ധത്തിൻ്റെ പ്രാദേശികമായിട്ട് ഇടപെടലുകൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം വയത്തൂർ കാളികാ ക്ഷേത്രത്തിൽ പോയി ഒരിക്കൽ അവസരം. ആ ക്ഷേത്രത്തിൽ വന്ന് 4ാം ഗ്രേഡ് ക്ഷേത്രമാണെങ്കിലും ആ ക്ഷേത്രത്തിൻ്റെ വളർച്ച അത്ഭുതകരമായ വളർച്ചയാണ്. ഇത് കർണാടക മറ്റേ കുടകിലെ കുടകുകാരൻകുടിയിലെ പാരമ്പര്യ കൃഷി ചെയ്യുന്ന ക്ഷേത്രമാണ്. അപ്പോൾ കുടകലിലെ വലിയ തോതിലെ ജനസമാനമാണ് കിട്ടാറുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ വളർച്ച വലിയതോളം വരുന്ന ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ ഈ ശങ്കരാണ് നമ്മൾ തിരുവടിയുണ്ട്. അയാളെ കൊണ്ടുള്ള ക്ഷേത്രമാണ്. അതുപോലെ കഴിഞ്ഞ 3 ദിവസമായി ശമ്പളങ്ങൾ കൊടുക്കാനുള്ള വരുമാനം ഉണ്ടായിട്ടില്ല. പക്ഷെ ആ നവീകരണ സംബന്ധിച്ച് ഒരുപാട് പ്രവർത്തനം നടക്കുന്നുണ്ട്. മഹാരാഷ്ട്ര മേഖല കണ്ടുകൂടാ. നവീകരണ മറ്റു കാര്യങ്ങളൊക്കെ പ്രവർത്തനം നടക്കുന്നില്ല. അപ്പം ഇതുപോലെ ബാഹ്യമായ ഇടപെടൽ പ്രാദേശികമായ ജനങ്ങളുടെ ശരിയായ രീതിയിൽ ഇടപെടലും അതുപോലെ തന്നെ വഴിപാട് നടത്തുവാനുള്ള ശ്രമം ഉണ്ടായാൽ മാത്രമേ ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ച നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ പറയുന്നത് പ്രസാദത്തിൻ്റെ സമയമായി അപ്പോൾ എല്ലാവരും പ്രസാദവുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിത് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പം ഈ ഇത്രയും വലിയൊരു പ്രവർത്തനം ഇതിൻ്റെ മാതൃസമിതിയും അതുപോലെ തന്നെ ഇതിൻ്റെ നവീകരണ സമിതി അതുപോലെ തന്നെ നിർമ്മാണ കമ്മിറ്റി ഇവരൊക്കെ നടത്തിയ ഈ പ്രദേശത്തെ ജനങ്ങളുടെ വലിയ തോതിൻ്റെ സഹായം 1.5 കോടി രൂപയോളം ചെലവഴിക്കുന്ന ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ഇത് ഈ നാട്ടിൻ്റെ തന്നെ ഒരു ഉത്സവമാക്കി മാറ്റാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
ഗോപുരത്തിലെ തിരുവുള്ളവരെ ഗോപുരത്തിൽ ശ്രീ സ്വാമി कोटेश्वराय शिव कोटेश्वराय हर हर भोले नमः शिवाय വാക്കുകളെ കൊണ്ട് പറഞ്ഞാൽ ഇപ്പോൾ അസ്ഫുടമാണ്. ഈയൊരു ഗോപുരം പുനർനിർമ്മാണം ചെയ്യണമെന്നുള്ള ആശയം വളരെ കാലം മുമ്പേ ഉള്ളതാണ്. അതിൻ്റെ മുന്നോടിയായി പല പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുകൊണ്ട് അതിന് സാധിച്ചു എന്ന് മാത്രം. ഏതായാലും ഗോപുരത്തിൻ്റെ സമർപ്പണം അതോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ നിലനിർത്താൻ ഉതകുന്ന ഒരു മഹത്തരമായ ഒരു വൃക്ഷം നമ്മുടെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ നവ്യാത്ര ശിവക്ഷേത്രത്തിൻ്റെ നാടിയെന്നോ മർമ്മമെന്നോ വിളിക്കാൻ പറ്റുന്ന ആ ആനവൃക്ഷം അത് സ്വാഭാവികമായിട്ട് വളരെയധികം അശ്രദ്ധയിൽ നിലനിൽക്കുന്ന കാലത്താണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനം നടത്താൻ തുടങ്ങിയത്. മറ്റൊന്ന്, ഇവിടെ അടുത്ത കാലത്ത് നടത്ത എല്ലാ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഒരു നല്ലൊരു കൂട്ടായ്മയാണ് ഞാൻ കണ്ടുവന്നത്. പല ക്ഷേത്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് അനുഭവമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടെ ഇരുന്ന കാര്യക്ഷമതയും ആത്മാർത്ഥതയും അതുപോലെ തന്നെ അതിൽ യാതൊരു തരത്തിൽ ശ്രദ്ധയില്ലാത്ത നിലപാടുകളുടെ സഹകരണവും അതുപോലെ പുരുഷ പ്രവർത്തകരെ മാത്രമല്ല മഹിളാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതകരമായ സമർപ്പണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ ഗോപുര സമർപ്പണവും പാത്ര സമർപ്പണവും ഒക്കെ തന്നെ അവർക്കുള്ള സമർപ്പണമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ശുഭാശംസകളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാക്കി. ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റ് ശ്രീ ആർ ശങ്കരനാരായണൻ തിരുവോപുരം സംസാരിക്കും. അതിനായിട്ട് സ്നേഹപൂർവ്വം സമർപ്പണം നടത്തിയ ക്ഷേത്രം തമ്മിൽ വിമർശനം അതിനൊക്കെ തരങ്ങൾ പാടി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങളിൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കി തന്ന വിമർശി കൊട്ടാരം ജയരാമൻ അധ്യക്ഷൻ വേദിയിലും സദസ്യരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഭക്തജനങ്ങളെ നാട്ടുകാരെ നേരത്തെ പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇതിൻ്റെ വികസനത്തിൽ സുപ്രധാനമായ ഘട്ടമാണ് ഇന്ന് കടന്നുപോയത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശ്രീ മുരളീധരനായുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നവീകരണ സമിതിയുടെ വളരെ ശക്തമായ പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് ഈ പ്രവർത്തനം വളരെ ഭംഗിയായി വളരെ ടൈം ബൗണ്ടായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഇതിൻ്റെ പ്രവർത്തിച്ച അദ്ദേഹത്തെയും അതുപോലെ തന്നെ ഇതിൻ്റെ ശില്പികളെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. അത് ഒരു കണക്കിന് ക്ഷേത്രം അവയവങ്ങൾ ജീർണതകളൊക്കെ മാറ്റി ക്ഷേത്രം അതിൻ്റെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അതുവഴി ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ വന്നു ചേരുന്ന ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾ അവർക്ക് സ്വസ്ഥം അവർക്ക് സ്വീകരിക്കുന്നതിനും അതുപോലെ മറ്റ്
എന്നിവിടെ നടന്നു കഴിഞ്ഞു. പ്രസ്തുത ചടങ്ങുകൾക്ക് ശ്രീ നമ്പേരംകുളം ശിവക്ഷേത്രത്തിൻ്റെയും ജീവനക്കാരുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള എല്ലാവരുടെ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ് എന്ന് പറയാം. ഇതുപോലെ തന്നെ ഇവിടെ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മളുടെ ഈ അവസരത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഭക്തശാലയുടെ പ്രവർത്തനം കൂടിയാണ് ഇവിടെ ചെയ്യാനുള്ളത്. എത്രയും പെട്ടെന്ന് ഭക്തശാലയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. നല്ലവരായ എല്ലാ ഭക്തജനങ്ങളുടെയും നല്ലവരായ സഹായ സഹകരണങ്ങൾ അതിനും ഉണ്ടാവും എന്ന് മാത്രം ഈ വൈദ്യുതികളിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിൽ അല്പസമയത്തുള്ള നമ്മുടെ MLA എത്തുമെങ്കിലും MLA ഞാൻ അഭിനന്ദിക്കാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന എന്ത് നല്ല പരിപാടിയിലും നമ്മുടെ MLA എത്താറുണ്ട്. ഇപ്പോഴിവിടെ നടന്ന മാസ്റ്ററുടെ മരുമകൻ കൂടിയാണ് എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ കെ വി ശ്രീവേന്ദ്രൻ അവർക്ക് ക്ഷേത്രത്തിൻ്റെ പേരിൽ നവീകരണ സമിതിയുടെ പേരിൽ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ വാക്കുകൾ നടത്തുന്നു. உண்ணாமுலை உமையாளொடும் உடனாகிய ஒருவன் பெண்ணாகிய பெருமான்மலை திருமாமணி திகழ மண்ணார்ந்தன கருவித்திரல் மழலை முழவதிரும் அண்ணாமலை தொழுவார்வினை வழுவா வண்ணமருமே. शिवाय नमः ओम शिवाय नमः शिवाय नमः ओम शिवाय नमः अण्णामलये तरुवाय अभयं अभयं अरुणाचलने निन्ताल शरणं शरणं. शिवाय नमः ओम शिवाय नमः शिवाय नमः ओम शिवाय नमः शिवाय नमः ओम शिवाय नमः. கைலை என்பதும் மருணை என்பதும் ஒன்றுதானே மனமே. வெள்ளி அங்கிரி நடனம் போலவே ஜோதி பாரு மனமே. சிவாய நமः ஓம் சிவாய நமः. தென்னாடுடைய எங்கள் சிவனே போற்றி விண்ணோர் புகழும் எங்கள் இறைவா போற்றி தன்னேரில்லா அருணாச்சலனே போற்றி. சிவாய நமः ஓம் சிவாய நமः சிவாய நமः ஓம் சிவாய நமः. கொன்றை மாலையை சூடிய வேந்தன் யாரு சொல்லு மனமே. ஒன்று தெய்வமாய் நின்ற நாயகன் ஈசந்தானே மனமே. சிவாய நமः ஓம் சிவாய நமः. மான்மழு கொண்டோய் எங்கள் மன்னா போற்றி நான் மறை நடுவே ஒளிரும் நாதா போற்றி கலிகாலத்தை ஆளும் சிவமே போற்றி. சிவாய நமः ஓம் சிவாய நமः சிவாய நமः ஓம் சிவாய நமः.
ரமண மகரிஷி நான் யார் என்று கேட்டதெங்கு மனமே? அகார உகார மகாரமான இந்த மலையில்தானே. சிவாய நமக, ஓம் சிவாய நமக. நாயன்மார்கள் ஏத்தும் நாதா போற்றி, அருணாச்சலமே எங்கள் தேவா போற்றி. வரமே தருவாய் அருணை குருவே போற்றி. சிவாய நமக, ஓம் சிவாய நமக. சிவாய நமக, ஓம் சிவாய நமக. சேஷாதிரி குருநாதனாகவே உலவிய மலை இதுவே. 4 வேதமும் தாழ் பணிந்திட தேடிய மலை இதுவே. சிவாய நமக, ஓம் சிவாய நமக. கருணை கடலே எங்கள் அருணா போற்றி. முக்கண்ணுடைய ஆதி முதலே போற்றி. எக்காலத்தும் இயங்கும் இறைவா போற்றி. சிவாய நமக, ஓம் சிவாய நமக. சிவாய நமக, ஓம் சிவாய நமக. மூர்த்திகளில் ஆதி புருஷனாம் ஈசன் வாழும் மலையே. அண்டமம் இரண்டம் யாவும் ஆழ்பவன் அருணாச்சலம் தானே. சிவாய நமக, ஓம் சிவாய நமக. அண்டம் எல்லாம் வாழும் கடலே போற்றி. மண்டலமெல்லாம் பணியும் சுடரே போற்றி. அங்கிருக்கும் தோன்றும் அப்பா போற்றி. சிவாய நமக, ஓம் சிவாய நமக. சிவாய நமக, ஓம் சிவாய நமக. தேடி வருபவர் நெஞ்சம் தேடியே ஓடி வரும் மலையே. ஆடி பழித கோடி வரம் தரும் அருணாச்சல மலையே. சிவாய நமக, ஓம் சிவாய நமக. மாமலையாடும் ஜோதி வடிவே போற்றி. ஏழு கடந்து இறங்கி வருவாய் போற்றி. மோனசனத்தில் மூழ்கும் பித்தா போற்றி. சிவாய நமக, ஓம் சிவாய நமக. சிவாய நமக, ஓம் சிவாய நமக. ஒரு முறை அழைத்தால் பல முறை அழைக்கும் மலை இது. ஓம் சிவாய நமக. இரவின் பிணியை நீக்கும் அருமை போற்றி. அண்ணாமலையில் அசையும் சிலையே போற்றி. விதியை மாற்றி எழுதும் வீட்டை போற்றி. சிவாய நமக, ஓம் சிவாய நமக. சிவாய நமக, ஓம் சிவாய நமக. நயன தீட்சையில் பிணிகள் போக்கிடும் தெய்வம் யாரு மனமே. திரும்பிய திசையெல்லாம் தெரிந்திடும் அருணாச்சலம் தானே. சிவாய நமக, ஓம் சிவாய நமக.